കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ TV മമ്മൂട്ടി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ VK ജോസഫ്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ കുട്ടിയെ കല്യാണം കഴിച്ചത് എങ്ങനെയാ? വിളിച്ചോണ്ടുപോയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിച്ചത്? നിങ്ങൾ വിളിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു? ഇഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയതാണോ? അല്ല, ഒരു സ്ഥലത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞു, ഇങ്ങനെ വന്ന് നിന്ന് വിളിച്ചോണ്ട് പോയി. അല്ല, പ്രേമമായിരുന്നു. വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, ഫോൺ ചെയ്ത് വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കല്യാണത്തിന് മുമ്പേ പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ നിങ്ങളുടെ ഈ കുട്ടിയുടെ കുടുംബക്കാര് എതിർത്തിരുന്നോ? എതിർത്തിരുന്നു. എന്തുകൊണ്ട് എതിർത്തിരുന്നു? എനിക്ക് ആദ്യം ഒരു ഭാര്യയുണ്ട്, മൂത്താണ്. അത് അറിഞ്ഞിട്ടാണോ അവര് എതിർത്തത്? അറിഞ്ഞായിരിക്കും. ഈ കുട്ടിക്ക് അത് അറിയുമായിരുന്നോ? അറിയാമായിരുന്നു. എനിക്ക് 2 മക്കളുണ്ട്. വിവാഹം കഴിച്ചത് അറിഞ്ഞും കൊണ്ട് വിവാഹം കഴിക്കാത്ത ഞാൻ പോവോ മേഡം? അങ്ങനെ ഒരു അല്ല, അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അറിഞ്ഞു ആയിരുന്നു. അപ്പോഴേ എൻ്റെ കൂടെ പല ദിവസങ്ങളും പറഞ്ഞു ഭാര്യയും മക്കളും ഉള്ളതല്ലി വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മൂത്ത ഭാര്യയായിട്ട് പിണക്കമായോണ്ട് പിണങ്ങി 2 വർഷം അങ്ങനെ മാറി നിന്നോണ്ട് ഈ കൊച്ചിനെ കിട്ടാൻ പറഞ്ഞു. വഴക്കായിരുന്നു. അങ്ങനെ തമ്മിൽ ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ 9 വാക്ക് ആ കൊച്ചു പറയുമായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുമായിട്ട് ചേർന്ന് പോകില്ലായിരുന്നു. അങ്ങനെ അത് എത്ര കാലം നീണ്ടു നിന്നു കല്യാണം? എൻ്റെ മോളെ ഒരു 5 വയസ്സിൽ നമ്മൾ പിരിഞ്ഞു. അല്ല, അത് ശരിക്കും കല്യാണം കഴിച്ചിരുന്നോ? കല്യാണം കഴിച്ചു. ജാത്യാചാരപ്രകാരം കഴിച്ചിരുന്നു. നാട്ടുകാരും വീട്ടുകാരൊക്കെ കഴിച്ചിരുന്നു. കല്യാണ കത്തടിച്ചിരുന്നോ? കല്യാണം അത്തടിച്ചോന്ന് അറിയില്ല. ക്ഷേത്രത്തിലല്ല, വീട്ടിൽ വെച്ച്. രണ്ടുപേരും ഒരേ ജാതിയാണോ? നിങ്ങൾ വീട്ടുകാര് കുറച്ച് അടുത്തുള്ള? അതെന്റെ അപ്പച്ചിയുടെ മോള്. നിങ്ങളുടെ അപ്പച്ചിയുടെ മോളാണോ? അപ്പൊ നിങ്ങളെ അവിടുത്തെ വീട്ടുകാരും അടുത്തുള്ള നാട്ടുകാരും ഒക്കെ അറിഞ്ഞ എല്ലാവരും മുമ്പിൽ വെച്ചാണ് കല്യാണം കഴിച്ചത്? എന്റെ അളിയനും സഹോദരിയൊക്കെ ഉണ്ടായിരുന്നു. അവരായിരുന്നു എന്റെ മുൻഘടനയായിട്ട് നിന്ന് തിരുമലയായിരുന്നു താമസിക്കുന്നവര്, ചേച്ചിയൊക്കെ. ആയിക്കോട്ടെ. അല്ല, നാട്ടുകാരെങ്കിലും ഉണ്ടായിരുന്നോ? നാട്ടുകാരെങ്കിലും ഉണ്ടായിരുന്നോ കല്യാണത്തിന്? ഉണ്ടായിരുന്നു. കല്യാണം സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കസ്റ്റമറി മാരേജ് യഥാർത്ഥ മാരേജ് ആണ്, കസ്റ്റമറി മാരേജ്. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ് നിങ്ങള് രണ്ടാമത്തെ മോൾക്ക് 5 വയസ്സല്ലേ? മൂത്ത മോൾക്ക് 5 വയസ്സായിരുന്ന സമയത്ത് നമ്മൾ പിരിഞ്ഞതാ. അപ്പൊ രണ്ടാമത്തെ മോൾക്ക് 1 വയസ്സോ 2 വയസ്സോ ഉണ്ട്? 2 വയസ്സുണ്ട്. മോനാണ്. മോനാണ്. അതിനാണ് ഇപ്പൊ പിരിഞ്ഞത്. ഈ പിരിഞ്ഞത് ഈ വഴക്കും ബഹളും കാരണം സഹിക്കാൻ വയ്യാതെ പിരിഞ്ഞു. അത് കഴിഞ്ഞ് എത്ര കാലത്തിന് ശേഷം ഈ കുട്ടിയെ കല്യാണം കഴിച്ചത്? 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിട്ടാണ് കല്യാണം കഴിച്ചത്? സ്നേഹമൊന്നും ഇല്ലായിരുന്നു മേഡം. പല പ്രാവശ്യങ്ങളും ഞാൻ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. പ്രകാശ്, പിരിഞ്ഞു എന്ന് പറയുമ്പോ നിങ്ങൾ ഇട്ടിട്ട് പോന്നോ അതോ അവര് നിങ്ങളെ ഇട്ടിട്ട് പോയോ? എങ്ങനെയാണ് പിരിഞ്ഞത്? ആദ്യത്തെ നിങ്ങൾ ഇട്ടിട്ട് ഉപേക്ഷിച്ചു പോന്നോ? ഞാൻ ഉപേക്ഷിച്ചിട്ട് വന്നു. നിങ്ങൾ അവരെ ഉപേക്ഷിച്ചു പോന്നു. അവരുടെ വായൽനാക്ക് സഹിക്കാൻ പറ്റാൻ വേറൊരാളുടെ കൂടെ പോയി എന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ല, അതുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ അന്വേഷിച്ചിട്ട്. അപ്പൊ അവരുടെ ഏത് വീട്ടിലാണ് അവര് താമസിക്കുന്നത്? നിങ്ങളുടെ ആർച്ചൽ എന്ന് പറയും സ്ഥലം, പുനലൂര്. അങ്ങനെ അവരുടെ സ്വന്തം വീടാണോ? നിങ്ങളുടെ അവരുടെ സ്വന്തം വീട്. അവരുടെ സ്വന്തം വീട്. ഓ, അവരുടെ സ്വന്തം വീട്ടിൽ അവര് താമസിക്കുകയാണ്. അപ്പൊ കല്യാണം കണ്ട് നിങ്ങൾ ശകുന്തളയുടെ വീട്ടിൽ താമസിക്കുമായിരുന്നോ? ആയിരുന്നു. നിങ്ങൾ അവിടെ നിന്ന് അവരെ ഉപേക്ഷിച്ച് നിങ്ങൾ തിരിച്ചു പോന്നു? തിരിച്ചല്ല, അങ്ങോട്ട് പോന്നു. അല്ല, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ ഭാര്യ വീട്ടിൽ സ്ഥിരതാമസം ആക്കുന്ന പരിപാടി?
അല്ല വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. നിങ്ങൾക്ക് വേറെ സ്വത്തോ വീടോ സ്ഥലമോ ഒന്നും ഇല്ലേ? ഇല്ല, അമ്മയായിട്ട് പോയി നിൽക്കാത്തതുകൊണ്ട് പിന്നെ പിണങ്ങിയോണ്ട് ഞാൻ പിന്നെ അമ്മയായിട്ട് ഒന്നും പോകില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ അമ്മയോടെയാണ് താമസം. അമ്മ താമസിക്കുന്നത് ഒറ്റമുറി വീട്ടിലാണോ? ഒരു വീട് ഒറ്റ. അപ്പൊ നിങ്ങൾ അമ്മയുടെ കൂടെയാണോ? ഞാനിപ്പോൾ അമ്മയോട്. ആ ഭാര്യ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഭാര്യയുടെ വീട്ടിലുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പോകാറില്ല? പോകും, ഇടയ്ക്ക് പോകും. ഇവളുമായിട്ട് പിണങ്ങിയപ്പം ഇവര് മനഃപൂർവ്വം വഴക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാനവിടെ പോയി. മനഃപൂർവ്വം വഴക്കുണ്ടാക്കിയെന്ന് ഈ കൊച്ചിന്റെ തള്ളെ കാരണക്കാരി. നമ്മൾ അന്വേഷിക്കുന്ന ഒരു ഭർത്താവിന്റെ കൂടെ മനഃപൂർവ്വം വഴക്കുണ്ടാക്കോ? എന്തെങ്കിലും ഒരു വഴക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വഴക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തള്ള പറയും, അടിച്ചു കളയാൻ പറയും. തള്ള പറയും, അടിച്ചു കളയാൻ പറയും. അവൻ ശരിയല്ല, അവനെ അടിച്ചു കളയാൻ പറയും. നിങ്ങളെ അനിയനെയും ഇതുപോലെ വഴക്കുണ്ടായി പ്രശ്നം ഉണ്ടായപ്പോൾ അടിച്ചു കളയാൻ പറഞ്ഞു. അങ്ങനെ അവൻ വാരിക്കെട്ടിയൊക്കെ പോയി. കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ആ പെണ്ണ് വീണ്ടും വിളിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാനിവിടെ ഇല്ലായിരുന്നു. ഇവള് കൊണ്ടുവന്ന് അനിയൻ്റെ പേരിൽ കേസ് കൊടുത്ത് ഭയങ്കര പ്രശ്നങ്ങളായ ഒരു ഇതാണ്. ചീത്തയൊക്കെ വിളിച്ച് അനിയത്തിയായിട്ട് അടിച്ച് ശരിക്കും പ്രശ്നമൊക്കെ ആയപ്പോഴും ഇവള് ഇടപെട്ട് അങ്ങനെ ഇവിടെ നിന്ന് അവൻ എന്തൊക്കെ പറഞ്ഞു. പിന്നെ അവൻ്റെ പേരിൽ കൊണ്ടുവന്ന് പോത്തൻകോട് സ്റ്റേഷനിൽ കേസൊക്കെ കൊടുത്ത്. അപ്പോഴൊന്നും ഞാനില്ല, ഞാൻ വേറെ എന്തോ ഒരു ആവശ്യമായിട്ട്. അവ ഒരുപാട് ഉപദ്രവിക്കും, ഇഷ്ടം പോലെ ഉപദ്രവിക്കും. അവളെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഞാൻ കൊണ്ട് കേസ് കൊടുത്തു. അവിടെ എത്ര മുറികളുണ്ട് ഇവരുടെ വീട്ടില്? ഇവരുടെ വീട്ടിൽ 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കള. അല്ല, നിങ്ങളിപ്പോ ഇവരെ കല്യാണം കഴിച്ച ശേഷം 10 വർഷം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ വാടക വീട്ടിൽ താമസിക്കുമായിരുന്നില്ലേ? അമ്മയുടെ കൂടെ അല്ലല്ലോ. അല്ല, ഇവര് നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. എന്റെ അമ്മ എന്റെ വീട്ടിൽ നിർത്തണ്ടേ? എന്നെ പ്രസവിച്ച അമ്മ എന്റെ വീട്ടിൽ അല്ല, അത് നിന്നോട്ടെ, അത് നിൽക്കണോ? അത് നിന്നോട്ടെ, അത് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിൽക്കേണ്ട രീതിയിൽ നിന്നിട്ട് നമ്മൾ ഭാര്യ ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തിന് അവരിടപെട്ടിട്ട് അവർ പറയാണ് അടിച്ചു കളയാൻ പറയുമ്പോൾ ആ കൊച്ച് അങ്ങനെ ആ രീതിയിൽ. അല്ല, അപ്പൊ പ്രകാശിന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ തമ്മിൽ തെറ്റാൻ എന്താ കാരണം? ആ കൊച്ചിന് ഒരുപാട് സംശയരോഗമാണ്. എൻ്റെ തള്ളയ്ക്ക് സുഖമില്ലാതെ ICUയിൽ കിടന്നപ്പോൾ ഞാനൊരു 8-10 ദിവസം അവിടെ പോയി നിന്നത് ശരിയാണ്. എൻ്റെ അമ്മയെ നോക്കാൻ ആരുമില്ല, എൻ്റെ ചേച്ചി നോക്കില്ല, എൻ്റെ അനിയൻ നോക്കില്ല. അപ്പോൾ എൻ്റെ വല്യമേര മോള് മൂത്ത ചേച്ചിയും ഞാനുമായിട്ടാണ് നോക്കിയത്. അപ്പം നോക്കിയിട്ട് ഇവിടെ വന്നപ്പം ഇവർ പറഞ്ഞുണ്ടാക്കി ഞാൻ മൂത്ത ഭാര്യയുടെ വീട്ടിലായിരുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ ഫോൺ യഥാർത്ഥത്തിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ വെക്കില്ല. പക്ഷേ ഇപ്പം 2 ആഴ്ച ഈ പോത്തൻകോട് സ്റ്റേഷനിൽ കേസ് കൊടുത്തതിന് ശേഷം എൻ്റെ മൊബൈൽ ഞാൻ 2 ആഴ്ച സ്വിച്ച് ഓഫ് മനഃപൂർവ്വം ചെയ്തു വെച്ചതാണ്, പോലീസുകാർ വിളിക്കാതിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ഇല്ലാതെ വെറുതെ കേസ് കൊടുത്ത്. അല്ല, അവര് പറയണത് അമ്മയുടെ അടുത്ത് പോയിട്ട് ICUയിൽ നിന്നിരുന്നെങ്കിൽ ഒരു വാക്ക് നിങ്ങൾക്ക് അവരോട് വിളിച്ച് അമ്മയ്ക്ക് ഇഷ്ടമല്ല ഇവിടെ അവിടെ കൊണ്ടുചെല്ലുന്നത് ഒന്നും. വരാൻ പറ്റാതെ സംഭവിച്ചു പോയ ഒരു കാര്യമാണ്. അതിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇദ്ദേഹത്തിന് വണ്ടിയുണ്ട് മാഡം. നാവായിക്കുളത്ത് നിന്ന് നമ്മൾ ബസ്സിലല്ല വരുന്നത്. ഇദ്ദേഹത്തിന് വണ്ടിയുണ്ട്. എത്ര സമയം വേണം എൻ്റെ വീട്ടിൽ വന്നോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അടുത്തൊരു വീടുണ്ട്, ആ വീട്ടിൽ വന്ന് ഇതുപോലെയാണ് എൻ്റെ അമ്മയ്ക്ക് സുഖം. അതുകൊണ്ടല്ല ബിന്ദു, അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൂടിയാണ് അവർ പറയാഞ്ഞെന്ന് അയാൾ പറയണത്. ഒരിക്കലും അമ്മയെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ? അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ ഇവരുമായിട്ട് വല്ല ലോകത്തിലാണെന്ന് പറയുന്നുണ്ടല്ലോ. ആ വഴിയിൽ കൊണ്ടാക്കിയെന്നും പറഞ്ഞാണ് അമ്മ എന്നോട്. ഞാൻ പിന്നെ അവിടെ പോവാറില്ല. ഇദ്ദേഹം പറയണത് ഞാൻ ആ നാട്ടിൽ ചെന്നാൽ അവിടെ ഉള്ളവർ ഇദ്ദേഹത്തിൻ്റെ ആളുകൾ എന്നെ അടിക്കുമെന്ന്. അടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അവരുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, എൻ്റെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നമേ ഉള്ളൂ. പിന്നെ അവരെന്തുകൊണ്ട് എന്നെ അടിക്കുമെന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആൾക്കാരൊക്കെ ഒരു ആവശ്യങ്ങൾക്കും ഞാൻ പങ്കെടുക്കാറില്ല. എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റപ്പെട്ടതുപോലെയാണ് അവിടെ. ഇദ്ദേഹം എന്നെ ആ ആൾക്കാരുടെ ഇടയിൽ കൊണ്ടു ചെന്നാൽ നമ്മൾ ആരാണെന്നോ എന്താണെന്നോ ഇല്ലാതെ ഇദ്ദേഹം ആ ആൾക്കാരുടെ ഇടയിലിട്ട് അടിക്കും, ചീത്ത വിളിക്കും. നമ്മൾ ഒറ്റപ്പെട്ട ഒരു രീതിയാണ്. അതെനിക്ക് ഇഷ്ടമല്ല മാഡം. അതുകൊണ്ട് ഞാൻ ഒരു കാര്യങ്ങൾക്കും പങ്കെടുക്കാറില്ല. ഇവരെ കല്യാണം കഴിച്ച ആദ്യത്തെ 10 വർഷം നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരുന്നു? ഇല്ലായിരുന്നു. പിന്നെ ഈ 10 വർഷത്തിന് ശേഷം ഇവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരു പയ്യനുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അവൻ സ്ഥിരമായിട്ട് അവളെ ഫോൺ വിളിക്കും. പക്ഷെ ഞാൻ ഒരുപാട് പ്രാവശ്യങ്ങൾ കേട്ടിട്ടുണ്ട്. തിരിച്ചൊരു ദിവസം പറയാമെന്ന് എനിക്കറിഞ്ഞൂടെ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഞാനൊരു ദിവസം വന്നപ്പോൾ അവൻ അകത്തുണ്ടായിരുന്നു, ഇവൾ കഥ അടച്ചിട്ടിരുന്നു. എൻ്റെ മോള് കിടന്നുറങ്ങിയിരുന്നു. ഞാനും എൻ്റെ മോനും കൂടെ കോവിലിൽ പോയിരുന്നു. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞാലും ഇവളെ ദിവസവും വിളിക്കും. ഇവളെ ദിവസം വിളിച്ചതിന് ശേഷം അവൻ മാസത്തിലൊരിക്കലാണ് എൻ്റെ ഫോണിലോട്ട് വിളിക്കുക. അത് ഇവള് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്.
ഇവളെ വിളിക്കുമ്പം ഇവള് പറയും വല്ലപ്പോഴായിരിക്കും അണ്ണൻ്റെ ഫോണിലോട്ടൊന്ന് വിളിക്കാൻ പറയും. അപ്പോൾ അവൻ എൻ്റെ ഫോണിലോട്ട് വിളിച്ച് എൻ്റെ കാര്യങ്ങൾ വിശേഷമൊക്കെ തരും. അത് ഞാൻ ഒരുപാട് ദിവസങ്ങളിൽ മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു പിന്മാറ്റം എൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ എല്ലാം പഠിച്ചൊരു കള്ളിയാണ്. മേഡം തെളിയിക്കാൻ പറയും മേഡം. അങ്ങനെ എനിക്കൊരു എല്ലാം അങ്ങനെ ഒരു പഠിച്ചൊരു ബന്ധം, എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഇദ്ദേഹം പോയാലേ എനിക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ പോകേണ്ട ആവശ്യമില്ല, വിളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനെ ജീവിക്കാം. എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട. ഇനി എന്റെ മരണകാലം വരെ ഇനി അങ്ങനെ ഒരു ജീവിതവും ഇല്ല. ഇദ്ദേഹം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ജയിക്കാൻ വേണ്ടി ഇദ്ദേഹം പറയണമായിരിക്കും. അതിലെനിക്ക് വിഷമമില്ല. ഇതെന്റെ സ്വത്തും വീടും ഒക്കെയാണ്, നിനക്ക് ഇവിടെ ഒരു കാര്യമില്ല, നീ ഇറങ്ങി പൊയ്ക്കോ എന്ന് പല പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറക്കി കെട്ടിപ്പോയ ശരിയാണ്. ഇപ്പൊ പറഞ്ഞപ്പോൾ ഒരു 1.5 മാസത്തിനകത്തേ ആവുള്ളൂ എന്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിച്ചു. എന്റെ നാട്ടിൽ കേസ് കൊടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ഇടിപ്പിക്കുന്നു. ഞാൻ ജോലിക്ക് പോയിട്ട് വരാമോ നിങ്ങളിപ്പോ ആദ്യത്തെ ഭാര്യയുടെ കൂടെ അല്ല താമസിക്കില്ല? ഇല്ല, ഞാൻ ഇടയ്ക്ക് പോവേ ഉള്ളൂ, പോയിട്ട് വരും. അപ്പൊ പിണക്കം മാറിയോ? പിണക്കം മാറി. ആ, എന്റെ മാറി പിണക്കം മാറിയിട്ട് ഒരുപാട് നാളായി. അപ്പൊ നിങ്ങളൊക്കെ അറിയാമായിരുന്നോ നിങ്ങൾ ഇവരിങ്ങനെ ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു? അറിയാം. അവർക്ക് എതിർപ്പില്ല. 2 പേരെ നോക്കിക്കൊള്ളാനാണ് അവർക്ക് എതിർപ്പില്ല. അവര് പറയുന്നത് അങ്ങനെയാണ്. എന്റെ മക്കളെ പോലെയാണ് ആ മക്കളും. ആ മക്കൾക്കും ഒന്നും കൊടുക്കാതിരിക്കരുത്. ആ കൊച്ചുങ്ങളെയും ഞാൻ എന്നെ കളഞ്ഞിട്ട് പോയപ്പോ എന്റെ മക്കളെ വളർത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. 2 കുടുംബവും പോറ്റാനുള്ള വരുമാനമൊക്കെ ഉണ്ട്. അതല്ല, പക്ഷേ ഇവരുടെ പ്രവൃത്തി കൊണ്ട്, സ്വഭാവ രീതി കൊണ്ടാണ് ഞാൻ മാറിയത്. പ്രകാശ്, ഞാൻ കൂടുതൽ നിൽക്കുന്ന പ്രകാശ്, ആദ്യം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അതിൽ 2 മക്കളായതിനു ശേഷം മറ്റൊരു സ്ത്രീൻ്റെ കൂടെ നിങ്ങൾ കല്യാണം കഴിച്ച് മക്കൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് നിയമപരമാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിക്കാതെ, നിയമപരമായിട്ട് ഉപേക്ഷിക്കാതെ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അറിയാമായിരുന്നു. അറിഞ്ഞിട്ടും നിങ്ങൾ ആ തെറ്റ് ചെയ്തു. നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ലത്. ആദ്യത്തെ ഒരു ഭാര്യയും കുട്ടികളും നിലനിൽക്കുന്ന അവസരത്തിൽ രണ്ടാമത് ഇങ്ങനെ പോയി കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം പോലും അംഗീകരിക്കുന്നില്ല, നിയമപരമായിട്ടും അംഗീകരിക്കുന്നില്ല, സമൂഹവും അംഗീകരിക്കുന്നില്ല. ഇവർ ചോദിച്ച ഒരു ചോദ്യം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടോയെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ വിവാഹം കഴിക്കില്ലല്ലോ രണ്ടാമതായിട്ടൊന്ന്. പക്ഷേ ഇതേ വേദിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അറിയാമായിരുന്നു. പക്ഷെ അവരെ ഉപേക്ഷിച്ചു എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ ഇനി അവരുടെ അടുത്ത് പോവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു. അങ്ങനെ പല സംഗതികളുണ്ട്. കാരണം നിയമപരമായ അത്രയും കാര്യങ്ങളൊന്നും അവർക്ക് ഒരു പക്ഷെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു തന്നെയാണ്. അല്ലാതെ ഒരു ഡൈവോഴ്സിന്റെ ഡിഗ്രി കിട്ടിയാൽ മാത്രമേ അത് ഉപേക്ഷയാവുന്നുള്ളൂ ചിലപ്പോൾ അറിയില്ല. ഇവളെ ചേട്ടത്തിക്കും അമ്മയ്ക്കും ഇവരെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. എനിക്ക് ആദ്യം ഭാര്യയുണ്ട്, 2 മക്കളും ഉണ്ടായിരുന്നു. ശരി മാഡം, എല്ലാം ഞാൻ പറഞ്ഞില്ല, എല്ലാം ഇദ്ദേഹം പറയുന്നത് എല്ലാം ശരിയാണെന്ന് വെക്കാം. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാൻ, ജീവിക്കാൻ ഇനി ആഗ്രഹമില്ല. എനിക്ക് 2 കുട്ടികളുണ്ട്. ആ കൊച്ചുങ്ങൾക്ക് ചിലവിന് അവർക്ക് എത്ര വയസ്സ് വരെ കൊടുക്കാൻ പറ്റുമോ അത് വരെ കൊടുക്കുക. ഇനി ഇദ്ദേഹമായിട്ട് എനിക്കൊരു ജീവിതം, ഇനി എൻ്റെ മരണകാലം വരെ ഇദ്ദേഹമെന്നല്ല, ഒരു ജീവിതത്തിൽ ഒരു പുരുഷന്മാരും എൻ്റെ ജീവിതത്തിൽ ഇനിയില്ല. ഒരു കാര്യം മാത്രമേ ഇപ്പൊ നമുക്കിവിടെ സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഈ കുട്ടിയുടെ കൂടെ പോയി ജീവിക്കണമെന്നുണ്ടോ? ഇല്ല. ആദ്യത്തെ ഭാര്യയുടെ കൂടെ പോയി ജീവിക്കണമെന്നുണ്ടോ? ഇല്ല. എനിക്ക് എന്റെ കൊച്ചുങ്ങൾക്ക് ഞാൻ ചെലവിന് കൊടുത്തോളാം. അപ്പൊ നിങ്ങൾക്ക് ഈ 2 ഭാര്യമാരും വേണ്ട? 2 ഭാര്യമാരും ഉപേക്ഷിച്ച് നിങ്ങൾ 3ാമത് കല്യാണം കഴിക്കാൻ പോകണ്ടോ? ഇല്ല. ഈ ശകുന്തളക്ക് അറിയാമോ പ്രകാശന്? ഈ ശകുന്തളക്ക് അറിയാമോ പ്രകാശന് അവരെയും വേണ്ട എന്നുള്ളത്? അവർക്കറിയത്തില്ല. ഇപ്പൊ എന്താ നിങ്ങൾ അവിടെ പോയി താമസിക്കാത്തത്? ഇവിടുന്ന് പോയതാണല്ലോ, ബിന്ദുവിന്റെ അടുത്തുനിന്ന് പോയി. ഇപ്പൊ എന്തുകൊണ്ടാണ് ശകുന്തളയുടെ അടുത്ത് പോയി താമസിക്കാതെ അമ്മയുടെ അടുത്ത് തന്നെ താമസിക്കുന്നത്? അല്ല, ഞാൻ അമ്മയുടെ അടുത്ത് സ്ഥിരമില്ല. ഞാൻ വല്ലപ്പോഴും അവിടെ പോകുന്നുണ്ട്. പോകുന്നുണ്ട്. അത് ശരിയായിട്ട് തോന്നുന്നുണ്ടോ? വല്ലപ്പോഴും അവിടെയും വല്ലപ്പോഴും ഇവിടെയും. നമ്മളൊരു സമൂഹം എന്ന് പറയുമ്പോൾ, നമ്മളൊരു കുടുംബമായിട്ട് കഴിയുമ്പോൾ, കുടുംബ ഭദ്രതയ്ക്കും കുടുംബ സമാധാനത്തിനും എല്ലാം വേണ്ടി വെക്കുമ്പോൾ ഒരിടത്ത് വേണ്ട ഉറച്ചു നിൽക്കാനായിട്ട് വേണ്ടത്. നമ്മളെ കുട്ടികളെ നോക്കുക. അല്ല, പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളി 2 വീട്ടിലെ കുട്ടികളെ കാണാൻ വേണ്ടി പോകുന്നല്ലോ അല്ലേ? ഇദ്ദേഹം പറയുന്ന കുട്ടികളെ കാണാൻ പോകുന്നെന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ മാഡം, കുട്ടികളെ കാണാൻ പോകുന്ന ആള് കുട്ടികളെ കാണുക, വല്ലതും കൊടുക്കുക, മക്കളോട് സ്നേഹമുള്ള ഒരു അച്ഛൻ കാണിക്കുന്ന കാര്യങ്ങളാണ്.
മക്കൾക്ക് കൊടുക്കുക, അത് തിരിച്ചു വരിക. പോട്ടെ, ഒരു ദിവസമോ 2 ദിവസമോ മക്കളെ കൂടെ നിൽക്കാൻ, കൊച്ചുമക്കളല്ല, അവരെ കൂടെ നിൽക്കാൻ വേണ്ടി പൊടി മക്കളല്ല, അവർക്കൊരു ആഗ്രഹം അച്ഛൻ്റെ കൂടെ നിൽക്കാൻ. ഇത് വലുതായ മക്കളാണ്. അതുപോലെ ആ മോള് അവരെ വീട്ടിലല്ല താമസിക്കണം, അത് ഹോസ്റ്റലിൽ താമസിക്കുന്ന കൊച്ചാണ്. പിന്നെ മോൻ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് 25-26 ദിവസം ആ വീട്ടിൽ താമസിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അവിടെ പോകണം. അങ്ങനെയുള്ള ആളിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ല. ഇന്നേ ഞാൻ പറഞ്ഞു 25-26 ദിവസം 10 ദിവസമൊക്കെ അവിടെ പോയി നിന്നിട്ടുണ്ട്. അത് പൊയ്ക്കോട്ടെ. ആ ഭാര്യയെ ഇഷ്ടമാണോ? ഇഷ്ടം തന്നെ. ഇപ്പൊ ഇച്ചിരി മുന്നേ പറഞ്ഞ അവരോട് ഇഷ്ടമല്ല എന്നുള്ളത്, അല്പം മുന്നേ പറഞ്ഞ 2 ഭാര്യമാരും അത് ഇവര് എതിർത്തപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നി. ഈ സ്ത്രീവർഗം ഒരുപാട് ഇഷ്ടം തോന്നി. സ്ത്രീവർഗത്തോട് തന്നെ ഒരു വിരോധം തോന്നി അല്ലേ? 2 കൂട്ടർ എതിർത്തപ്പോ. അതല്ല പ്രകാശ്, അവരുടെ സംസാരം വായലനാക്ക് വളരെ കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാണ്ട് നിങ്ങൾ വിട്ടുപോകുന്നു. ഇവരെ കല്യാണം കഴിച്ചു. പിന്നെ ഇവരുടെ സംശയവും കാര്യങ്ങളും കൊണ്ട് ഇവരെ നിങ്ങൾ തിരിച്ചു. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതെ. ആരാ നന്നായിട്ട് തോന്നുന്നത്? കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത് ആരാ? ഒരു ഭർത്താവിനെ ആപത്തിൽ നോക്കുന്നതാണ് ഭാര്യ, അല്ലാതെ കാശിന് വേണ്ടി മാത്രം നോക്കുന്നതല്ല ഭാര്യ. ഒരാള് മാത്രമല്ല, അസുഖം വരുമ്പോ എല്ലാരും നോക്കും. മേഡം, എനിക്ക് ഒരു കാര്യം പറയാം. ആശുപത്രി വന്ന് കാണാൻ പോലും ഇവിടെ ഫോണിൽ വിളിച്ചിട്ട് ഫോണിൽ അറ്റൻഡ് ചെയ്തില്ല. ഫോൺ ആരും വിളിച്ചിട്ടില്ല എന്ന് ഇവിടെ എന്നോട് പറഞ്ഞു. എനിക്ക് വിളിച്ചിട്ടില്ല. കൈ മുറുക്കിക്കൊണ്ടിരുന്നപ്പോ പോയില്ല. അല്ല, ഏത് വരല? ഞാൻ ഈ വരും. പനക്കാനൊക്കെ പറ്റുമോ? പ്ലാസ്റ്റിക് സർജറി ചെയ്തില്ലെങ്കിൽ ഈ വിരൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. അത് ചെയ്താലേ ഇത് മടക്കാൻ പറ്റൂ, ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് ജോലി ചെയ്യണതിന് ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇടയ്ക്കിടയ്ക്കൊക്കെ വേദനയുണ്ടാവും. ഇതിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10 കൊല്ലം താമസിച്ചിട്ടും മറ്റേ ഭാര്യ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇയാളുടെ വീട്ടുകാരായിട്ട് നിങ്ങൾക്ക് അടുപ്പുണ്ടായിരുന്നു. മറ്റേ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വീട്ടുകാരും പെങ്ങളുണ്ട്, റിലേറ്റീവ്സ് ആയിട്ടുള്ള ഒരു ഭാര്യ ഉണ്ട്, അപ്പച്ചിയുടെ മോള്. ഇവിടെ ചേട്ടത്തിക്കും അമ്മയ്ക്കും ഇവരെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. എനിക്ക് ആദ്യം ഭാര്യയുണ്ട്, 2 മക്കളും ഉണ്ടായിരുന്നു. ശരി മാഡം, എല്ലാം ഞാൻ പറഞ്ഞത് എല്ലാം ഇദ്ദേഹം പറയുന്നത് എല്ലാം ശരിയാണെന്ന് വെക്കാം. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാൻ, ജീവിക്കാൻ ഇനി ആഗ്രഹമില്ല. എനിക്ക് 2 കുട്ടികളുണ്ട്. ആ കൊച്ചുങ്ങൾക്ക് ചിലവിന് അവർക്ക് എത്ര വയസ്സ് വരെ കൊടുക്കാൻ പറ്റുമോ അത് വരെ കൊടുക്കുക. ഇനി ഇദ്ദേഹമായിട്ട് എനിക്കൊരു ജീവിതം, ഇനി എൻ്റെ മരണകാലം വരെ ഇദ്ദേഹമൊന്നല്ല, ഒരു ജീവിതത്തിൽ ഒരു പുരുഷന്മാരും എൻ്റെ ജീവിതത്തിൽ ഇനിയില്ല. ഈ ലോകത്ത് ഒരു പുരുഷനെന്ന് പറഞ്ഞ ഒരു വർഗത്തിനെ വിശ്വസിച്ചുകൂടെന്നാണ് എന്റെ തീരുമാനം. എന്ന് പറഞ്ഞാൽ കൂടെ ജീവിക്കുന്ന നമുക്ക് പുരുഷന്മാരിരിക്കുന്നുണ്ട്. നമ്മളെ കൂടെ ജീവിക്കുന്ന ഭർത്താവ്, നമ്മളെ കൂടെ എത്ര കാലം ജീവിച്ചാലും നമ്മളെ ഭർത്താവിനെ കുറിച്ച് നമുക്ക് അവരെ കുറിച്ച് അമ്മക്ക് അറിയാൻ കഴിയില്ല. അനുഭവമാണ് പറയുന്ന അനുഭവമാണ് എന്റെ ജീവിതം. ഞാൻ ഇദ്ദേഹത്തിന് ഒരുപാട് വിശ്വസിച്ച ആളാണ്. ഒരിക്കലും ഈ ഒരു തെറ്റല്ലാതെ ഇദ്ദേഹം വേറൊരു തെറ്റ് ചെയ്തിട്ടില്ല. അതെനിക്ക് ഒരു പെമ്പിള്ളേർ ഇച്ചി പോകുന്നു പറഞ്ഞ അറിവ് എനിക്കില്ല, അങ്ങനെ പറയില്ല. പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ പറ്റൂല. അവളെ ബിന്ദു പറയുന്ന ഒരു കാര്യത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. 2 പേരുണ്ട് ഭാര്യമാര്. അതിൽ ആരെങ്കിലും ഒരാളോട് സ്ഥിരമായിട്ട് നിൽക്കുക, 2 പേരുടെ അടുത്തും പോവുക, 2 പേരും ഭാര്യയും മര്യാദയ്ക്ക് 2 പേരുടെ കുടുംബത്തിനെ നോക്കുക. അതല്ലാതെ അത് ന്യായമാണ്. അതെ, അത് ന്യായമായിട്ട് ഒന്നില്ലെങ്കിൽ അവരുടെ കൂടെ പോയിക്കോളും, വിരോധമില്ല. എന്റെ മക്കൾക്ക് ചെലവിന് തന്നാൽ മതി, ഇല്ലെങ്കിൽ എന്റെ കൂടെ നിന്നോളാം, അവർക്ക് ചെലവിന് കൊടുത്താലും മതി. പക്ഷെ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ അവരോട് പോയിക്കോളും, അവരുടെ കൂടെ പോയിക്കോളാം. അവരെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇഷ്ടം ഭയങ്കര സ്നേഹമായി. അവരെ 12 വർഷം കൊണ്ട്, ഈ 12 വർഷം 13 വർഷമായി അവരെ ഉപേക്ഷിച്ചിട്ടെന്ന് പറയണ്. ഒരിക്കൽ പോലും ഇദ്ദേഹം എവിടെയാണെന്നോ ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നോ ഇവർ ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷത്തിന് ശേഷമാണ് ഇവരെ വിളിക്കുകയൊക്കെ ചെയ്ത. ഒരു വാക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷിക്കാനോ ഇദ്ദേഹം എവിടെയുണ്ടെന്നോ അവർ അന്വേഷിച്ചിട്ടില്ല. അല്ലല്ല, ഇതിപ്പോ ഒരു കാര്യമുണ്ട്. അപ്പൊ അവര് കല്യാണം കഴിച്ചു, അവര് 5 വർഷം ഒരുമിച്ച് ജീവിച്ചു. 5ാമത്തെ വർഷം അവർ പിരിഞ്ഞു. 6 വർഷം കഴിഞ്ഞപ്പോൾ അവർ പിരിഞ്ഞു. അത് പല പ്രശ്നങ്ങളും കൊണ്ട് പിരിഞ്ഞു. പക്ഷേ ഒരുപക്ഷെ അവർ ഒറ്റയ്ക്ക് താമസിച്ച് മക്കളെ വളർത്തി അവരുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. പ്രോബ്ലി അവർ ചെയ്ത തെറ്റുകൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ നല്ല നിലയ്ക്ക് ജീവിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടായിരിക്കാം അയാൾ ആ സ്ത്രീയുടെ കൂടെ പോകാൻ തയ്യാറാണെന്ന് പറയുന്നത്. ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരാരെ കൂടെ ജീവിച്ചാലും ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങൾക്ക് വേണ്ടത് മക്കൾക്കുള്ള ചെലവ്, അത് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഞാൻ കൊടുക്കും.
അത് കൊടുക്കാൻ അദ്ദേഹത്തെ റെഡിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.